ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു ഫയർഫ്ലൈ. ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ്. നമുക്കിന്ന് പാവയ്ക്ക വറുത്തരച്ചൊരു കറി വെക്കാം. ഒട്ടുമിക്ക പേരും പാവയ്ക്ക കയ്പ്പാണെന്ന് പറഞ്ഞിട്ട് കഴിക്കാറില്ല. പക്ഷേ ഇങ്ങനെ കറി വെച്ചാൽ പാവയ്ക്ക ഒട്ടും കയ്പ്പുണ്ടാവില്ല. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. പാവയ്ക്ക കറി വയ്ക്കാൻ വേണ്ടി ഞാനൊരു പാവയ്ക്കയുടെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. അത് ഇതിൽ കാണുന്ന പോലെ ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കാം. പിന്നെ ഒരു 3-4 പച്ചമുളക് കീറി എടുത്തിട്ടുണ്ട്. ഒരു തക്കാളി, ഒരു സവോളയുടെ പകുതി എടുത്തിട്ടുണ്ട്. നമ്മൾ മൺചട്ടിയിലാണ് കറി വെക്കുന്നത്. ഒരു ചട്ടി വെച്ചിട്ട് അത് ചൂടാകുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ വെളിച്ചെണ്ണ നന്നായി ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവോള ഇട്ട് കൊടുക്കാം. അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്കിനി പച്ചമുളക്, തക്കാളി എന്നിവയിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് പെട്ടെന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ച പാവയ്ക്ക ഇട്ട് കൊടുക്കാം. ശേഷം നമുക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി എന്നിവയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് പാവയ്ക്കെല്ലാം ഒന്ന് വേവാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ വെക്കാം. അതൊന്ന് തിളച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഫ്ലെയിം ലോ ആക്കി വെക്കണം. ഇതിലേക്കിനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ട് മൂടി വെച്ച് വേവിക്കാം. പാവയ്ക്കൊക്കെ നന്നായിട്ട് വെന്ത് വരുന്ന സമയത്തിന് നമുക്ക് തേങ്ങ വറുത്തെടുക്കാം. അതിനുവേണ്ടി ഞാനൊരു തേങ്ങയുടെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു പച്ചമുളക്, 3 ഗ്രാമ്പു, 2 അല്ലി വെളുത്തുള്ളി, 2-3 ചെറിയുള്ളി, കുറച്ച് നല്ല ജീരകം, കുറച്ച് ഉലുവയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ തേങ്ങ വറുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ ഗ്യാസിലേക്ക് വെക്കാം. അത് ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ശേഷം നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള തേങ്ങയും മറ്റു സാധനങ്ങളും ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കാം. നമുക്കിനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ശേഷം ഒരു 2 ടേബിൾ സ്പൂൺ അരി കൂടി ചേർത്ത് കൊടുക്കാം. അരി നമ്മളിതിൽ ചേർക്കുന്നത് കറി നമുക്ക് കുറച്ചൊരു തിക്കായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. തേങ്ങ വറുക്കുന്ന സമയത്ത് ഗ്യാസിൻ്റെ ഫ്ലെയിം നമ്മൾ മീഡിയത്തിലാക്കി വെക്കാൻ ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ തേങ്ങ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. തേങ്ങ കരിഞ്ഞു പോയാൽ നമ്മുടെ കറിയുടെ ടേസ്റ്റ് ആകെ മാറിപ്പോകും. ഇപ്പോൾ നമ്മുടെ തേങ്ങയെല്ലാം നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇതിനി കുറച്ച് ചൂടാറിയതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം. ഇപ്പോൾ അതാ നമ്മുടെ തേങ്ങയെല്ലാം നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ കറി വെള്ളമൊക്കെ വറ്റിയൊന്ന് നോക്കാം. ഇത് നേരത്തെ നമ്മൾ കഷ്ണം വേവിക്കാൻ വേണ്ടി മൂടി വെച്ചത് ഞാനിപ്പോൾ തുറന്നിട്ടുണ്ട്. ഇപ്പോൾ അതിലുള്ള പാവയ്ക്ക കഷ്ണമെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതിൽ വെള്ളമൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് അരച്ച് വെച്ച അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്തതിന് ശേഷം നമുക്കിതൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കടുക് വറുത്തിടണം. അതിനുവേണ്ടി ഒരു പാൻ വെക്കുക. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. അതിൽ കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. നന്നായി പൊട്ടിയതിന് ശേഷം നമുക്ക് ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കടുക് വറുത്തിട്ടതിന് ശേഷം ഞാൻ ഈ കറിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയിൽ ചെറിയുള്ളി അരിഞ്ഞതും വറ്റൽ മുളകും കറിവേപ്പിലയും ചേർത്ത് മൂപ്പിച്ചെടുത്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാ ഒട്ടും കയ്പില്ലാത്ത നമ്മുടെ പാവയ്ക്ക കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ.